ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നിരുന്നാലും ഐഫോണിൻ്റെ എല്ലാ സെറ്റിങ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഹിഡൻ ഫീച്ചേഴ്സിനെ പറ്റിയോ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാറില്ല. അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ഐഫോണിൻ്റെ ഒരു ഫീച്ചേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഐഫോണിലെ ഗൈഡഡ് ആക്സസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ആണ്. ആ സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സിംഗിൾ ആപ്പിൽ നമ്മളെ ഫോണ് ലോക്ക് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെങ്കിലും ഫോൺ കൊടുക്കുന്ന സമയത്തോ മറ്റോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സെറ്റിങ്സിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴായിട്ട് കാണാം ഗൈഡഡ് ആക്സസ് എന്നുള്ള ഒരു സെറ്റിങ്സ്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം പാസ്വേഡ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. അതിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 1 2 3 4 5 6 എന്ന സെറ്റിങ്സ് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് പോവുക. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഈ കോൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈയൊരു ഇതിൻ്റെ ഹോം ബട്ടണിൽ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എഴുതി വരുന്നത് കാണാം ഗൈഡഡ് ആക്സസ് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എനിക്ക് എന്ത് പ്രസ് ചെയ്താലും ഈ ഒരു കോള് അല്ലാതെ വേറൊരു ഓപ്ഷനിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത് നല്ലൊരു സെറ്റിങ്സ് ആണ്. ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ ഒരു യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഏത് ആപ്പാണ് വേണ്ടത് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ ഒരു മൊബൈലിൽ തന്നെ വേറൊരാൾക്ക് ഫോൺ ചെയ്യാനോ മറ്റോ കൊടുക്കുന്ന സമയത്തും നമുക്ക് ഫോണിൻ്റെ ഈ ഒരു ആപ്പ് മാത്രം ഓപ്പൺ ചെയ്ത് അവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചേഴ്സാണ് ഈ ഐഫോണിൻ്റെത്. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ നമ്മൾ വീണ്ടും ഈ ഒരു ഹോം ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ആ 1 2 3 4 5 6 എന്ന പാസ്വേഡ് നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഗൈഡഡ് ആക്സസ് എൻഡ് ചെയ്യാനും അതേപോലെ റിസ്യൂം, അതായത് തുടർന്ന് പോകാനും ഉള്ളൊരു സെറ്റിങ്സ് ആണ് വന്നത്. അതിൽ നമ്മൾ എൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈഡഡ് ആക്സസ് എൻഡ് ആവുന്നതാണ്. അപ്പോൾ പിന്നീട് നമുക്ക് സാധാരണ നമ്മുടെ മെനുവിലേക്ക് സാധാരണ പോലെ പോകാൻ കഴിയും. ഐഫോണിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോൺ ആപ്പ് മാത്രമല്ല ഏതൊരു ആപ്ലിക്കേഷനും നമുക്ക് ഇതിലൂടെ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയുന്നതായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. നമ്മളിതിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇതിലെ ഹോം ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഗൈഡഡ് ആക്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫോൺ നമുക്ക് ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബാക്ക് പോകാൻ വേണ്ടി നമ്മൾ വീണ്ടും ഹോം ബട്ടണ് 3 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ആ ഒരു പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്. അതിൽ എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ബാക്കിലോട്ട് പോകാൻ കഴിയും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോണ് iPhone 7 Plus ആണ്. അതിന് ഇവിടെയാണ് ഹോം ബട്ടൺ വരുന്നത്. ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകളിൽ ഈ ഒരു ഹോം ബട്ടൺ കാണില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അതിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ബട്ടൺ ആയിരിക്കും,
ഓൺ ഓഫ് ബട്ടൺ. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഗൈഡഡ് ആക്സസ് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല ഉപകാരമുള്ള മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.